ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പാണിപ്പോൾ എത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. 1600 രൂപ വീതമാണ് മാസം പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത്. നിലവിൽ ജനുവരി മാസത്തെ പെൻഷനാണ് ഇനി വിതരണം ചെയ്യുവാനുള്ളത്. 4 മാസത്തെ പെൻഷൻ സംസ്ഥാനത്ത് കുടിശ്ശികയായി തുടരുകയാണ്. അത്തരത്തിൽ 6400 രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത്. ഇതിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മാർച്ച് മാസത്തിന് മുൻപായി ഈ പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. കുടിശ്ശിക പെൻഷനിൽ ആ ഒരു ഗഡുവും ജനുവരി മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയും ചേർത്ത് ഈ മാസം 3200 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ എത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 3200 വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും അതിനുള്ള ഫണ്ട് ലഭിക്കാത്തതിനാൽ 1600 രൂപ വീതം മാത്രമാണ് സർക്കാരിന് വിതരണം ചെയ്യുവാൻ സാധിച്ചത്. എന്നാൽ കേന്ദ്രത്തിന്റെ നികുതി വിഹിതവും കടപ്പത്ര ലേലത്തിലൂടെ ലഭിച്ച 2500 കോടിയും ചേർത്ത് നല്ലൊരു തുക സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ ഉള്ളതിനാൽ ഈ ജനുവരി മാസത്തിൽ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും തനത് മാസത്തെ പെൻഷനും ചേർത്ത് 3200 രൂപ ലഭിക്കുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. DBT സെല്ലിൽ നിന്നും 2 മാസത്തെ തുക ജനുവരി 25-ാം തീയതിയോടെ ലഭിക്കുമെന്ന അറിയിപ്പും എത്തിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പ്രഖ്യാപന തീയതിയും വിതരണവും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ തുകയും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. എന്തായാലും ജനുവരി മാസത്തിൽ 2 മാസത്തെ തുകയായ 3200 രൂപ ലഭിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെ ആശ്വാസകരമായിരിക്കും. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.